ഐമാത്ര ഗണഘടനയുള്ള കാകളി മാതൃകകളാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇനി പരിചയപ്പെടാനുള്ള ഗതി അല്ലെങ്കിൽ നട തിശ്രഗതിയാണ്. അടികൾക്കിടയിലുള്ള സമയദൈർഘ്യം 6 മാത്ര വരുന്ന അക്ഷരങ്ങളെ കൊണ്ട് നിറയ്ക്കുമ്പോഴാണ് തിശ്രഗതി നമുക്ക് ലഭിക്കുക. തക്ക തക്ക ധിമ്മി തക്ക തക്ക ധിമ്മി തക്ക തക്ക ധിമ്മി തക്ക തക്ക ധിമ്മി എന്ന് ഒരു വരി. ഇത് പല രീതിയിൽ വരാം. ചില ഉദാഹരണങ്ങൾ കേൾക്കാം. തക്ക തക്ക ധിമ്മി തക്ക തക്ക ധിമ്മി തക്ക തക്ക ധിമ്മി തക്ക തക്ക ധിം തക്ക തക്ക ധിമ്മി തക്ക തക്ക ധിമ്മി തക്ക തക്ക ധിമ്മി തക്ക തക്ക ധിമ്മി. ചീലങ്ക കീലുങ്ങി കീലുങ്ങി കാഞ്ചന കാഞ്ചി കൂലുങ്ങി കൂലുങ്ങി കടമീഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരൂതിർപ്പൂ പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി. ൊളിയലകൾ ചിങ്ങി അഴകുരുടലാർന്ന പോലങ്ങനെ മിന്നി മതിമോഹന ശുഭനർത്തനമാടുന്ന ഈ മഹിതേ മമ മുന്നിൽ നിന്നു നീ മലയാള കവിതേ. അഖിലാണ്ട മണ്ഡലമണിയിച്ചൊരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിനും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും. തക തക ധിമ്മി തക തക ധിമ്മി തക 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 ധിമ്മി 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 തക തക ധിമ്മി. വിരാട കുമാര വിഭോ ചാരുതര ഗുണ സാഗര ഭോ മാരലാവണ്യ ഓം തത്തിന്ദജ മാരലാവണ്യ നാരി മനോഹാരി താരുണ്യ ജയ ജയ ഭൂരി കാരുണ്യ വന്നിടുക ചാരത്തിഹ പാരിൽ തവ നേരൊത്തവരാരുത്തര അരസ്യ സാരമറിവതിനും നല്ല മാരസ്യ ലീലകൾ ചെയ്വതിനും. ഓം തത്തിന്ദകത്തോം വിത്താധികിത. മഞ്ഞക്കാട്ടിൽ പോയാലോ പിന്നെ മഞ്ഞക്കിളിയെ പിടിക്കാലോ. മഞ്ഞക്കാട്ടിൽ പോയാലോ പിന്നെ മഞ്ഞക്കിളിയെ പിടിക്കാലോ. മഞ്ഞക്കിളിയെ പിടിച്ചാലോ പിന്നെ പപ്പും കൂടെ പറിക്കാലോ. മഞ്ഞക്കിളിയെ പിടിച്ചാലോ പിന്നെ പപ്പും കൂടെ പറിക്കാലോ. ചികിത്തിരുകിയ പിലിത്തിരുമുടി ഏവനുലച്ചതെടി കുറത്തി ഏവനുലച്ചതെടി. ചികിത്തിരുകിയ പിലിത്തിരുമുടി ഏവനുലച്ചതെടി കുറത്തി ഏവനുലച്ചതെടി.
വണ്ടുകൾ തുമ്പികൾ പൂമണം കൊണ്ടിട്ട് വണ്ടാലുലച്ചതേട കുറവ വണ്ടാലുലച്ചതേട കുറവ വണ്ടാലുലച്ചതേട. വീരനാം നളന്റെ ഭാര്യ സുന്ദരി ദമയന്തി കാന്തനെ കാണാതുഴന്നു കാട്ടിൽ നടക്കുമ്പോൾ കാന്തി കണ്ടടുത്തു വന്നു ഘോരന പെരുമ്പാമ്പ്. കന്യക കാണാതെ വന്നു ചുറ്റി പെരുമ്പാമ്പ്. നാട്ടുകാരെ വീട്ടുകാരെ നിങ്ങൾ തിരിനിക്കി, അമ്മമാരെ പെങ്ങന്മാരെ നിങ്ങൾ തിരികേക്കി. നാട്ടുകാരെ വീട്ടുകാരെ നിങ്ങൾ തിരിനിക്കി, അമ്മമാരെ പെങ്ങന്മാരെ നിങ്ങൾ തിരികേക്കി. ഏത്തും വാനി നിച്ചല്ലാത്ത കൂട്ടരുണ്ടോ വീട്ടിൽ, എന്തി നിങ്ങൾ ബേജാറാകണു നമ്മളില്ലേ നാട്ടിൽ. ഏത്തും വാനി നിച്ചല്ലാത്ത കൂട്ടരുണ്ടോ വീട്ടിൽ, എന്തി നിങ്ങൾ ബേജാറാകണു നമ്മളില്ലേ നാട്ടിൽ. കൊണ്ട്രവടി വഴിയിലൊരു പാമ്പ്, ചെനയല്ല ചേമ്പുമല്ല ചെനത്തണ്ടൻ പാമ്പ്. കൊണ്ട്രവടി വഴിയിലൊരു പാമ്പ്, ചെനയല്ല ചേമ്പുമല്ല ചെനത്തണ്ടൻ പാമ്പ്. പൂമകളാണ് ഹുസൂനുൽ ജമാൽ, പുന്നാരത്താളം മികന്തേ ബീവി. പൂമകളാണ് ഹുസൂനുൽ ജമാൽ, പുന്നാരത്താളം മികന്തേ ബീവി. ഹേമങ്ങൾ മെത്ത പണിച്ച് തീരം ആഭരണ കോവയണിന്ത ബീവി. ഹേമങ്ങൾ മെത്ത പണിച്ച് തീരം ആഭരണ കോവെ അണിന്ത ബീവി. എല്ലാരും ചൊല്ലണം എല്ലാരും ചൊല്ലണം കല്ലാണി നെഞ്ചിലെന്ന്. കരിങ്കല്ലാണ് കരിങ്കല്ലാണി നെഞ്ചിലെന്ന്. ഞാനൊന്ന് തൊട്ടപ്പോ നീലക്കരിമ്പിൻ്റെ തുണ്ടാണ് കണ്ടതയ്യ, ചക്കര ചുണ്ടാണ് കണ്ടതയ്യ. ആറുമാത്രകളുടെ വിന്യാസം പല രീതിയിലുള്ള മാതൃകകളാണ് ഈ വരികളിലൂടെ നമ്മൾ കണ്ടത്. ആറുമാത്ര ഒരു ഗണത്തിൽ എങ്ങനെയെല്ലാം വരാം? 6 അക്ഷരം കൊണ്ട് വരാം. ചെറു തരി മണ്ണി വരിക വരിക എന്നതുപോലെ 6 ലഘു അക്ഷരങ്ങളാണെങ്കിൽ 5 അക്ഷരങ്ങൾ കൊണ്ട് 6 മാത്രം നിർമ്മിക്കാം. ധീം തക്ക ധിമി നീ പറയുക, അല്ലെങ്കിൽ തധിം തക്കിട്ട രണ്ടാമത്തെ അക്ഷരം ഗുരുവായി പറഞ്ഞിട്ടുക, അല്ലെങ്കിൽ 3ാമത്തെ അക്ഷരം ഗുരുവായിട്ട് ഹര ശങ്കര തക്ക ധിം തക്ക. 4ാമത്തെ അക്ഷരം മാത്രം ഗുരുവാക്കുക പറകയാണ് തക്ക തധിം ത, അല്ലെങ്കിൽ 5ാമത്തെ അക്ഷരം ഗുരുവാക്കുക കരുണ രസം തക്ക തക്ക ധിം. ഇങ്ങനെ 5 അക്ഷരങ്ങൾ കൊണ്ട് പല മാതൃകകൾ ഉണ്ടാക്കാം. 4 അക്ഷരം കൊണ്ട് അപ്പോൾ 2 ഗുരു 2 ലഘു. ഇത് പല രീതിയിൽ വിന്യസിക്കാമല്ലോ. ചാരത്തിഹ ധീം ധീം തക 2 ഗുരു 2 ലഘു. ധീം ധീം തക ചാരത്തിഹ പാരിൽ തവ. മദനാർത്ത, വനമാല എന്നീ സംസ്കൃത വൃത്തങ്ങൾ ഈ മാതൃക പിൻപറ്റിയ ഘടന ഉൾക്കൊള്ളുന്നതാണ്. ഇതിനൊക്കെ പ്രതികാരം തക ധിം ധിം തക ധിം ധിം. ആദ്യ 2 ലഘു കഴിഞ്ഞ് 2 ഗുരു എന്ന രീതിയിലും 6 മാത്ര വരാം. പറഞ്ഞില്ല തധിം ധിം ത എന്ന രീതിയിലും വരാം. വരും തരും തധിം തധിം. പഞ്ചചാമരം എന്ന വൃത്തത്തിന്റെ മാതൃക ഇങ്ങനെയാണ്. തധിം തധിം ലഗം ലഗം നിരന്നു പഞ്ചചാമരം.
ഇന്ദുലേഖ ധിം തക്കിട്ട ധിം തക്കിട്ട ധിം തക്കിട്ട ധിം തക്കിട്ട ഇന്ദുവദനയ്ക്കു ഭജസം ന ഗുരു രണ്ടും. അതുപോലെ ചാമരം എന്ന പര്യസ്ഥ ചാമരം, പഞ്ചചാമരം, ഇങ്ങനെ പല വൃത്ത മാതൃകകളുണ്ട്. അക്ഷരങ്ങൾ പല രീതിയിൽ വിന്യസിച്ചുകൊണ്ട് ഈ 6 മാത്ര എന്ന ഘടന കൃത്യമായി പാലിച്ചുകൊണ്ട്. പക്ഷേ ഇതിലേറ്റവും പ്രധാനം 3 അക്ഷരങ്ങൾ കൊണ്ട് 6 മാത്രയുണ്ടാക്കുന്ന മാതൃകയാണ്. മുട്ടോളം, കേറിയിലോ, 3 ഗുരു അക്ഷരങ്ങൾ. ഇതാണ് മഞ്ജരി എന്ന വൃത്തത്തിൽ നാം പരിചയിക്കുന്നത്. ഈ താളഘടനയിൽ ഏറ്റവും കൂടുതൽ നാം കാണുന്നത് 3 അക്ഷരങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ 3 ഗുരു അക്ഷരങ്ങൾ കൊണ്ട് 6 മാത്രകൾ നിർമ്മിക്കുന്ന ഗാഥാ മാതൃകയാണ്. പക്ഷേ മഞ്ജരിയുടെ വഴി പിന്തുടരുമ്പോൾ തന്നെ ചില വരികളിൽ 3 പകരം 4 അക്ഷരങ്ങളും 5 അക്ഷരങ്ങളും ഉപയോഗിച്ച് 6 മാത്ര പൂർത്തിയാക്കുന്ന മനോധർമ്മങ്ങൾ പുതിയ കാല കവികൾ ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. ചങ്ങമ്പുഴയുടെ വാഴക്കുലയും കാവ്യനർത്തകിയും എല്ലാം പഴയകാല ഉദാഹരണങ്ങളാണ്. മിശ്രമഞ്ജരി എന്ന് പേരിട്ട് വിളിക്കാനാണ് വൃത്തശാസ്ത്രകാരന്മാർ ഇതിനെ ശ്രമിച്ചിട്ടുള്ളത്. മണിമഞ്ജരിയും മഞ്ജരിയുടെ വകഭേദം തന്നെയാണ്. പൂർണ്ണമായി 3 അക്ഷരങ്ങൾ കൊണ്ട് താളഘടന നിർമ്മിക്കപ്പെടണമെങ്കിൽ ഒരു വരിയിൽ 12 ഗുരുവക്ഷരങ്ങൾ എന്ന തോതിൽ ഒരു ഈരടിയിൽ 24 അക്ഷരങ്ങൾ വേണം. അപ്പോൾ വരികൾ ഇങ്ങനെയായിരിക്കും: 1 2 3 4 തക തക ധിമി 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 തക തക ധിമി. धिमि तक तक धिमि तक तक धिमि तक तक धिमि तक धिमि तक 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 तक धिमि. അമ്പാടി തന്നിലൊരുണ്ണിയുണ്ടങ്ങനെ ഉണ്ണിക്കൊരുണ്ണിക്കുഴലുമുണ്ടങ്ങനെ. അമ്പാടി തന്നിലൊരുണ്ണിയുണ്ടങ്ങനെ ഉണ്ണിക്കൊരുണ്ണിക്കുഴലുമുണ്ടങ്ങനെ. ഉണ്ണിക്കു പേരുണ്ണി കൃഷ്ണനെന്നങ്ങനെ ഉണ്ണിവയറ്റത്തു ചേറുമുണ്ടങ്ങനെ. ഉണ്ണിക്കു പേരുണ്ണി കൃഷ്ണനെന്നങ്ങനെ ഉണ്ണിവയറ്റത്തു ചേറുമുണ്ടങ്ങനെ. തക തക ധിമി 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 തോ. ഇതേ മാതൃകയിൽ എക്കാലത്തും എല്ലാ കവികളും ഈ താളഘടന പരിചരിക്കണമെന്നില്ല. 2 പാദങ്ങളിലും 2 മാത്ര വീതം ഊനം വരുത്തിയാൽ വരി ഇങ്ങനെയാകും: അമ്പാടി തന്നിലൊരുണ്ണിയുണ്ടങ്ങ് ഉണ്ണിക്കൊരുണ്ണിക്കുഴലുമുണ്ടങ്ങ്. 2 വരിയിലും അമ്പാടി തന്നിലൊരുണ്ണിയുണ്ടങ്ങനെ എന്നായിരുന്നു പൂർണ്ണമായ മഞ്ജരിയിൽ ഉണ്ടാവേണ്ടിയിരുന്നതെങ്കിൽ 2 മാത്ര വെട്ടിക്കളഞ്ഞതുപോലെ അമ്പാടി തന്നിലൊരുണ്ണിയുണ്ടങ്ങ് ഉണ്ണിക്കൊരുണ്ണിക്കുഴലുമുണ്ടങ്ങ് മുട്ടോളം കേറിയിലോ ചോണനൂറുമ്പ് എന്ന മട്ടം. 2 3 4 तक तक धिमि तक तक धिमि तक तक धिमि धीम धीम तक तक धिमि तक तक धिमि तक तक धिमि धीम धीम.
പോവൊല്ലേ പോവൊല്ലേ ദേവി, പോവുന്നു നിൻ നൃത്തം നിർത്തി നീ അയ്യോ. പോവൊല്ലേ 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 ദേവി, പോവൊല്ലേ 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 ദേവി. തക്ക തക്ക ധിമി തക്ക തക്ക ധിമി തക്ക തക്ക ധിമി ധീം ധീം. സമപാദങ്ങളിൽ മാത്രം ഊനമുള്ള മാതൃകകളും കാണാം. സമപാദത്തിൽ, അതായത് രണ്ടാമത്തെ വരിയിൽ 4 മാത്ര ഊനം വരുത്തിയ മാതൃകയാണ് പ്രസിദ്ധമായ ഗാഥാവൃത്തം. വരി ഇങ്ങനെയാവും: അമ്പാടി തന്നിലൊരുണ്ണിയുണ്ടങ്ങനെ, ഉണ്ണിക്കൊരുണ്ണിക്കുഴലുമുണ്ട്. 1 2 3 4. തക്ക തക്ക ധിമി 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 ധീം. ഒറ്റക്കൈ തന്നിൽ നീ വെണ്ണ വച്ചിടിനാൽ മറ്റേ കൈ കണ്ടിട്ടു കേഴുമല്ലോ. മൂത്തവൻ കയ്യിൽ നീ വെണ്ണ വച്ചിടുമ്പോൾ ആർത്തനായി നിന്നു ഞാൻ കേഴും പോലെ. ഒറ്റക്കൈ തന്നിൽ നീ വെണ്ണ വച്ചിടിനാൽ മറ്റേ കൈ കണ്ടിട്ടു കേഴുമല്ലോ. മൂത്തവൻ കയ്യിൽ നീ വെണ്ണ വച്ചിടുമ്പോൾ ആർത്തനായി നിന്നു ഞാൻ കേഴും പോലെ. ഗാഥാവൃത്തത്തിലെ സമപാദത്തിൽ കാണുന്ന ഊനം വിഷമപാദങ്ങളിലും ആവർത്തിക്കുന്ന മാതൃക, അതും പ്രസിദ്ധമാണ്. ഇതിനെ മാവേലി വൃത്തം എന്ന് വിളിക്കാറുണ്ട്. വരി ഇങ്ങനെയാവും: അമ്പാടി തന്നിലൊരുണ്ണിയുണ്ട്, ഉണ്ണിക്കൊരോടക്കുഴലുമുണ്ട്. മാവേലി നാടുവാണിടും കാലം, മാനുഷരെല്ലാരും ഒന്നുപോലെ എന്ന മാതിരി. 1 2 3 4. തക്ക തക്ക ധിമി തക്ക തക്ക ധിമി തക്ക തക്ക ധിമി ധീം. തക തക ധിമി തക തക ധിമി തക തക ധിമി ധീം. മാവേലി നാടുവാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ആമോദത്തോടെ വസിക്കും കാലം, ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും. ഇനിയും ഊനം വരുത്താം. താരാട്ട് വൃത്തം മഞ്ചരിയുടെ ഒരു ഊന മാതൃകയാണ്. അപ്പോൾ വരികൾ ഇങ്ങനെയാവും: അമ്പാടി തന്നിലൊരുണ്ണി, ഉണ്ണിക്കൊരുണ്ണിക്കുഴലും. ഓമനത്തിങ്കൾക്കിടാവോ എന്നാരംഭിക്കുന്ന താരാട്ട് കൃതി പോലും ഈ താളഘടനയിൽ മഞ്ചരിയുടെ ഊന മാതൃകയായി പരിഗണിക്കാവുന്നതാണ്. 2 3 4. തക്ക തക്ക ധിമി തക്ക തക്ക ധിമി ധീം ധീം.
ധീം ധീം തക്ക തക്ക ധിമി തക്ക തക്ക ധിമി ധീം ധീം. വല്ലിയിൽ നിന്നും ചെമ്മേ പൂക്കൾ പോവുന്നീതാ പറന്നമ്മേ. തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമള താമരപ്പൂവോ. പൂവിൽ നിറഞ്ഞ മധുവോ പരിപൂർണേന്ദു തന്റെ നീലാവോ. വരികൾക്ക് ഇടയ്ക്കും ചിലപ്പോൾ ഊനം വരാം. ഇപ്പൊ ഉദാഹരണത്തിന് അമ്പാ തന്നീലൊരുണ്ണിയുണ്ടങ്ങ് ഉണ്ണിക്കുണ്ണിക്കുഴലുമുണ്ടങ്ങ് എന്ന ആ വരിയുടെ ഇടയിൽ നിന്ന് അക്ഷരം എടുത്തു കളഞ്ഞ് രണ്ടാമത്തെ അക്ഷരം ഒന്ന് നീട്ടി ചൊല്ലി നോക്കൂ. നീല കാർമൂകിൽ വർണ്ണന നേരം എന്നത് ഉദാഹരണമാണ്. 3ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ മേരിയോടന്നും ചോദിച്ചു ഞങ്ങൾ എന്ന വരികൾ ഈ തരത്തിൽ ചൊല്ലി നോക്കൂ. ഊനമായ മഞ്ചരിയാണ് അത് എന്ന് ബോധ്യപ്പെടും. 1 2 3 4 തക്കിട്ട 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 തദ്ധീം തക്കിട്ട 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 തദ്ധീം തക്കിട്ട 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 തദ്ധീം തക്കിട്ട 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 തദ്ധീം. മേരിയോടന്നും ചോദിച്ചു ഞങ്ങൾ പേരെന്താ കുട്ടി പേരയ്ക്കയത്രേ. നാണം കെട്ടു മടങ്ങില്ല ഞങ്ങൾ നാടെന്താ കുട്ടി നാരങ്ങയത്രേ. വരികൾക്ക് ഇടയ്ക്ക് നിന്ന് അക്ഷരങ്ങൾ കളയുന്നതിന് വൃത്തശാസ്ത്രത്തിൽ ഊനം എന്ന പേര് നൽകിയിട്ടില്ല. പക്ഷേ അക്ഷരങ്ങളുടെ കുറവ് തന്നെയാണ് അവിടെ നമ്മൾ കാണുന്നത്. ഈ അക്ഷരങ്ങൾ കുറയ്ക്കൽ പല തരത്തിൽ പ്രയോഗിച്ചു നോക്കുന്ന ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താനാവും. ഇപ്പം ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിലെ ചില വരികൾ നോക്കാം. അവിടെ അക്ഷരങ്ങൾ പലമാതിരി കളഞ്ഞ മഞ്ചരിയാണത് എന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. തക്ക തക്ക ധിമ്മി എന്ന് തന്നെയാണ് ഗണങ്ങൾ നിൽക്കുന്നതെങ്കിലും സൗകര്യപൂർവം തിശ്ര നട സൂചിപ്പിക്കാൻ തക്കിട്ട എന്ന വായ്ത്താരിയാണ് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നത്. ഇവിടെയും അതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. തക്കിട്ട എന്ന ഓരോ അക്ഷരവും 2 മാത്ര വീതം ഉൾക്കൊള്ളുന്നതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ വരി പിൻപറ്റുകയാണ്. തക്കിട്ട 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 തോം തക്കിട്ട 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 തോം. മോരൊഴി ചൊപ്പി വടിച്ചിട്ടു കാക്കേ
പൂച്ചേ പാട്ടുകൾ പാടിയിട്ടു കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ടു കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ടു മാനത്തമ്പിളി മാമനെ കാട്ടിട്ടു മാമു കൊടുക്കുന്നു നങ്ങേലി മാനത്തമ്പിളി മാമനെ കാട്ടിട്ടു മാമു കൊടുക്കുന്നു നങ്ങേലി മാമു കൊടുക്കുന്നു നങ്ങേലി